പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്കിട വരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും പിരിഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയിലെ ഓരോ വരികളുമാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയായി നമ്മൾ അഭിഷേകയുടെ തുടക്കത്തിൽ ഇങ്ങനെ അത് ഈശോ ഒരു നിർദ്ദേശം തന്നു. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചൻ പറഞ്ഞിട്ട് ഞാൻ അഭിഷേകനെ സഹായിക്കാൻ തുടങ്ങി. ഈശോ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ഈശോ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു നന്മ അതിലൂടെ ഉണ്ടാകും. നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കിന്ന് വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ നന്നായിട്ടൊന്ന് ഒരുക്കാം. വലിയൊരു കൂട്ടായ്മയിലുള്ളൊരു ശുശ്രൂഷയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ശുശ്രൂഷ, ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകൾ. നിങ്ങളതിൻ്റെ എല്ലാവരും ഈ ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാകാൻ കർത്താവ് പ്രത്യേകം നമ്മളെ അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതായത് പല വ്യക്തികൾക്കും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നില്ലെങ്കിൽ അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന നിർത്തി. ഇനി പ്രാർത്ഥിച്ചിരുന്ന കാര്യം നിരാശ, സങ്കടം, പ്രത്യാശയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും അങ്ങനെ അല്ല. നമ്മൾ ശരിക്കും പ്രത്യാശ കൈവിടാൻ. ഞാൻ ഓർക്കണം, നമ്മുടെ കുഞ്ഞു ടോക്കില്ലേ, ചെറിയ ടോക്കാണ്, അതിനകത്ത് ഞാൻ ഒരിക്കൽ വിഷയം പറഞ്ഞ് ഓർക്കുന്നത്. ആ വിഷയത്തിൽ പറഞ്ഞു, അതിതാണ് എൻ്റെ സഹോദരങ്ങളെ, പ്രതീക്ഷിച്ച സാധ്യതയില്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. അങ്ങനെ കാര്യമുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളത്, എത്ര നാൾ പ്രാർത്ഥിച്ചു എന്നുള്ള വിഷയമല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വിശുദ്ധ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി എത്ര വർഷക്കാലം, 30 വർഷക്കാലം മോനിക്കാമോ പ്രാർത്ഥിച്ചില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം കേൾക്ക്, എന്നിട്ട് വിശ്വാസത്തിൽ നിന്ന് ഉറയ്ക്ക്, എന്നിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ആൻ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. 17 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 17 വർഷമായി ഈ ദമ്പതികൾ മക്കളില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി ഈശോയോട് പ്രാർത്ഥിച്ചതിന് ഫലമായി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിന് നൽകി. ഈശോ താമസിച്ചുള്ള ധ്യാനമാണോ അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ള ധ്യാനമായിരുന്നു? 5 ദിവസത്തെ. 5 ദിവസം താമസിച്ചുള്ള ധ്യാനം. ബിനോയച്ചൻ്റെ 5 ദിവസത്തെ. ഏത് വർഷം? 2013. അതെ, 2013 അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ബിനോയ് കരിമരുതിങ്കലച്ചൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിനോയച്ചൻ നയിക്കുന്ന 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് ദമ്പതികളോട് കൂടി ഇവരുടെ ഒരു ഇൻറ്റൻഷൻ, ഒരു പ്രെയർ ഇൻറ്റൻഷൻ, അത് ഇതാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, ഏതാണ്ട് 17 വർഷമായി വിവാഹം കഴിഞ്ഞ് 17 വർഷമായിട്ട് ഈ ദമ്പതികൾക്ക് മക്കളുണ്ടാകുന്നില്ല. ആ ഒരു വേദനയോടും ആ ഒരു പ്രാർത്ഥനാ നിയോഗത്തോടും കൂടെ ഇവർ ഈ ധ്യാനത്തിൽ വന്ന് 5 ദിവസം കൂടി പ്രാർത്ഥിച്ച് താമസിച്ചുള്ള ധ്യാനങ്ങളിൽ കൂടുമ്പോൾ ഇത് ഓരോ കുടുംബങ്ങളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുടെ മേലെ ദൈവശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ കുടുംബത്തിന് വേണ്ടി വെഞ്ചരിച്ച് ഡെലിവറൻസ് നടത്തി പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിച്ച് പിന്നെ തടസ്സം മാറി. പിറ്റേ മാസം തന്നെ ഗർഭിണിയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിനകത്ത് സ്ഥിരത ലഭിക്കുന്നു എന്ന് പറഞ്ഞ വചനം വെറുതെ അല്ല, അല്ലേ? അബ്രാഹാം, സാറ ഇന്നും അതേപോലെ തന്നെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ചേച്ചി 17 വർഷം, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം എത്ര പേര് വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഇനി ഒരിക്കലും ഉണ്ടാവില്ല, സാരമില്ല, നിങ്ങളുടെ ഇതാന്ന് വിചാരിക്കുക, അല്ലേ? അങ്ങനെ എന്തുമാത്രം ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, പക്ഷെ വിശ്വാസത്തിനെതിരായിരിക്കും.
ചിന്തിച്ച് നോക്കുക സഹോദരങ്ങളെ. പക്ഷെ നോക്ക്, അവർ വന്നു, വചനം കേട്ടു, പ്രാർത്ഥിച്ചു. നോക്കിയേ, ദൈവം അത്ഭുതം. നോക്കിയാൽ അത്ഭുത സാക്ഷി. അവർ വിശ്വാസത്തിൽ എത്ര ടോപ്പായിട്ട് ഉറച്ചു നോക്കി. അപ്പോൾ ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കണം, അല്ലാതെ വിശ്വാസം പോവുകയല്ലേ ചെയ്യേണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എന്തായാലും നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഒന്ന്, ആ വിശ്വാസത്തിൻ്റെ ഒരു കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, അത് വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്ന് എഫേസ്യസ് ലേഖനം പഠിപ്പിക്കും. ദൈവത്തോട് ചോദിക്കണം. അതേപോലെ നമുക്കില്ലാത്ത ദൈവത്തോട് ചോദിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഓ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല, അതൊക്കെ വലിയ വിശുദ്ധന്മാർക്കും. അങ്ങനെയല്ല. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തോട് ചോദിക്കണം. അതുകൊണ്ട് ക്ഷമിക്കാൻ കൃപയില്ലെങ്കിൽ ദൈവത്തോട്, കർത്താവ് കുറച്ച് ക്ഷമാശീലം എനിക്ക് തരണം, സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ ഒരു കൃപ തരണം, ദൈവത്തോട് ചോദിക്കണം. വിശ്വാസം കുറവുണ്ട്, കർത്താവ് എനിക്ക് വിശ്വാസം തരണം, ജ്ഞാനം കുറവുണ്ട്, ചോദിക്കണം. അപ്പോൾ ദൈവം അത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ തുറന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നന്മകൾ തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുന്നു. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ കാര്യവും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അത് തന്നെ ഞങ്ങൾ വിശ്വാസമാണല്ലോ വേണ്ടത്, അത് വർദ്ധിപ്പിക്കണമേ. അവിടെ ഞങ്ങൾക്ക് വേണ്ടത് തരണമേ. ഞങ്ങൾക്ക് കുറവുള്ളത് എന്താണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ, ഞങ്ങൾക്ക് നൽകണമേ, വേണ്ടതെല്ലാം നൽകണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാം. പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധ. ഹൃദയം കൊണ്ട് ദാഹിക്കാവോ? ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. വലിയ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവേ, പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ചില പിടിവാശി പ്രകൃതങ്ങളുണ്ട് കർത്താവേ, ചില പ്രത്യേക നീരസങ്ങളുണ്ട്. ദൈവമേ, ഇടപെടണം, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണം. ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സഹന ശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. പിടിച്ചു നിൽക്കാൻ സഹന ശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, കൃപ ചൊരിയണം. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ, ആത്മശക്തിയാൽ എന്നെ നയിക്കൂ, ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ഓ കർത്താവേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വരദാനങ്ങളും നൽകണം, എല്ലാ കൃപാവരങ്ങളും നൽകണം. കാരണം രോഗസൗഖ്യങ്ങൾ നൽകണം, രോഗശാന്തികൾ നൽകണം, നല്ല വിടുതലും ഡെലിവറീസും ഞങ്ങൾക്ക് നൽകണം. കർത്താവേ, ആകാശം ചായച്ച് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണം കർത്താവേ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് ഇറങ്ങി വരണം കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയും മനഃശാന്തിയും എന്നിൽ ചൊരിഞ്ഞിടൂ, ദൈവപുത്രനെ സ്തുതിക്കുവാൻ കൃപയും നൽകിടൂ. പ്രാർത്ഥിക്കാവോ? രോഗശാന്തിയും മനഃശാന്തിയും എന്നിൽ ചൊരിഞ്ഞിടൂ, ദൈവപുത്രനെ സ്തുതിക്കുവാൻ കൃപയും നൽകിടൂ. വരങ്ങളാലെ എന്നെ നിറയ്ക്കൂ, ദാനങ്ങളാലെ എന്നെ നയിക്കൂ, ഫലങ്ങളാലെ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ,
നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല 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 ഹല. ഈശോ അപ്പസ്തോലന്മാർ പതറിപ്പോയപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ആരാധന 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 ആരാധന. ഈശോ വീണ്ടും പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ആരാധന 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 ആരാധന. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. ആരാധന ആരാധന ആരാധന. സ്വയ ആരാധന ആരാധന. നിരാശ മാറട്ടെ, പ്രത്യാശ നിറയട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ. കർത്താവ് ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ. മക്കളില്ലാത്ത കുടുംബങ്ങളുടെ കണ്ണുനീര് കാണണമേ, അവരുടെ വേദന കാണണമേ, അവരുടെ വിശ്വാസം കാണണമേ, അവരുടെ വിശുദ്ധ ജീവിതം കാണണമേ, അവരുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ ഓർക്കണമേ, നന്മ പ്രവർത്തികൾ ഓർക്കണമേ, സൽക്കൃത്യങ്ങൾ ഓർക്കണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മക്കളില്ലാത്ത കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ആരാധന 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 ആരാധന. സ്വയ ആരാധന ആരാധന. യേശുവേ ആരാധന. സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വീണ് പോകാതിരിക്കാൻ വിളി ഉറപ്പാക്കുക. ഹല്ലേലൂയ. Hallelujah. വീണ് പോകാതിരിക്കാൻ വിളി ഉറപ്പാക്കുക. പത്രോസിലേക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനമാണ്. നല്ല വചനമാണ്, ഉച്ചത്തിൽ നമുക്ക് വായിക്കാം. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എങ്ങനെ ചെയ്താൽ? കുട്ടികളോട് ചോദ്യം. എങ്ങനെ ചെയ്താൽ? ഇങ്ങനെ ചെയ്താലല്ല. അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളിയുണ്ട്. ദൈവം നമ്മളെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിളി, ആ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ നല്ലൊരു ഉത്സാഹം വേണം. അങ്ങനെ ഉത്സാഹം ഉണ്ടെങ്കിൽ നമ്മൾ വീണു പോകുകയല്ല. പറയാം ഹല്ലേലൂയ. Hallelujah. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ, ദൈവം നമ്മളെ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്കോ ഒരു സന്യാസ ജീവിതത്തിലേക്കോ ഒരു കുടുംബ ജീവിതത്തിലേക്കോ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ നയിക്കുന്ന ഒരു ഏകസ്ഥ ജീവിതം അങ്ങനെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ഇനി കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ കുടുംബജീവിതം തന്നെയാണ്, പക്ഷെ സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു 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 ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ സഹായി, അങ്ങനെ തിരഞ്ഞെടുപ്പുണ്ട് ബൈബിളിൽ. അപ്പോസ്തല പ്രവർത്തനമുണ്ട്, സഹായികൾ, അങ്ങനത്തെ ഒരു തിരഞ്ഞെടുപ്പ്. അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്ന ആ വിളി, ആ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ ദൈവം വിളിക്കുന്ന ആ പ്രായത്തിൽ, ആ സമയത്ത് നല്ലൊരു ഉത്സാഹം ഉണ്ടെങ്കിൽ നമ്മൾ വീണു പോകുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തുടരുക. അതിലാണ് ദൈവത്തിൻ്റെ കൃപ. സന്യാസത്തിലേക്ക് വിളിക്കുന്നെങ്കിൽ അതിനകത്ത് ജീവിക്കാൻ നല്ലൊരു ഉത്സാഹം, ആ വിളിയോടുള്ള ഒരു നല്ലൊരു റെസ്പോൺസ്. കുടുംബജീവിതത്തിലേക്ക് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരുപക്ഷെ ചിലപ്പോൾ ഒരു സമർപ്പണ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴായിരിക്കും, എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ്റെ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യത്യാസം, അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കുടുംബജീവിതത്തിൽ തുടരുക. അപ്പോൾ അതാണ് ഏതിലാണോ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനകത്ത് ഉറപ്പിക്കാൻ ഒരു ഉത്സാഹം വേണം. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ ചെയ്താൽ നമ്മൾ വീണു പോകുകയല്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ വീണു പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം ഏത് ജീവിതാന്തസ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ഗൈഡ് ചെയ്യാനും വിളിക്കാനും അതിനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ചില കുടുംബങ്ങൾ ഞാൻ കാണുന്നുണ്ട്,
പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഫോർമേഷൻ PDM ASTM ഫോർമേഷനൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ക്ലിയറായി. നേരത്തെ അറിയാമായിരുന്നു. ചില കുടുംബങ്ങളിൽ ദൈവം വിളിച്ചുകൊണ്ട് കുഞ്ഞിനെ വിളിച്ചാൽ ജീവൻ ഉണ്ടെങ്കിൽ അതിനെ വിടാൻ സമ്മതിക്കാത്ത ചില മാതാപിതാക്കന്മാരെ കാണാൻ ഇട വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലതല്ലത്, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണത്. അവർ പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ വീണ് പോയത് സ്ഥിതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഓക്കെ, ഒരു കുട്ടി ദൈവവിളി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ദൈവവിളി തന്നെയാണോ, ഒരു തോന്നലാണോ എന്നൊക്കെ വിവേചിക്കണം. അതൊന്നും ഞാൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഫോർമേഷൻ കാലഘട്ടത്തിൽ അധികാരികൾ വിവേചിക്കുന്നുണ്ട്. പക്ഷേ അതിനെ തടയരുത് സഹോദരങ്ങൾ. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിക്കുന്നത്, എന്താണ് അതിൻ്റെ പുറകിൽ കിടക്കുന്ന ഒരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ നല്ലൊരു വചനമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ദൈവവിളിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണ പറയാറുള്ള വചനമാണ് ടു ബി വിത്ത് ലോഡ്, ദൈവത്തിൻ്റെ കൂടെ അയക്കും, ടു ബി സെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയക്കപ്പെടുമ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, വചനം പ്രഘോഷിക്കണം, പല പല കാര്യങ്ങളുണ്ട്. ഇതാണ് ദൈവവിളിയെക്കുറിച്ച് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ധാരണ. അത് തന്നെയാണ് ശരിയും. എന്നാൽ മറ്റൊരടിസ്ഥാനപരമായ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയും കൂടെ ദൈവവിളിക്ക് പുറകിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പഴയ നിയമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 23. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. നമുക്കറിയാം, പൂർവ്വ ജോസഫിന്റെ കാലഘട്ടത്തിൽ യാക്കോബും കുടുംബാംഗങ്ങളും എല്ലാം ഈജിപ്തിലേക്ക് വന്നു. അവർക്ക് നല്ല നിലയിൽ വരുന്നു. അവരെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഈജിപ്തിലെ രാജാവിന്. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ രാജാവ് മരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ഇസ്രായേൽ മക്കൾ മുഴുവൻ അവിടെ അടിമത്തത്തിലായി, ഫറവോയുടെ അടിമത്തത്തിലായി. അങ്ങനെ അടിമത്തത്തിൽ കടന്ന് പലതരത്തിലുള്ള പീഡനങ്ങൾ, ശാരീരിക, മാനസിക, ആത്മീയ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും അവർ തകർന്ന് തരിപ്പണാകാണ്. അങ്ങനെ അടിമത്തത്തിൽ കടന്ന് ഇസ്രായേൽ ജനം ചങ്ക് പൊട്ടി ദൈവസന്നിധി നിലവിളിക്കുകയാണ്. അവരുടെ നിലവിളി ബൈബിൾ കൃത്യം രേഖപ്പെടുത്തിയിരിക്കുക. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അങ്ങനെ ഒരു നിലവിളി ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിലവിളി കേൾക്കുന്നു. നിലവിളി കേൾക്കുമ്പോൾ ആ നിലവിളി കേൾക്കുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് ഓടി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ മൂടാതെ കിടക്കുന്ന ഒരു കിണർ, ഒരു മനുഷ്യൻ നടന്നു പോകുമായിരുന്നു. അപ്പോൾ കാല് തെറ്റി ഈ കിണറ്റിലോട്ട് വീണു. അപ്പോൾ കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. ഒരു വേറെ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്താ ചെയ്യുക? നമ്മൾ വേഗം എത്തി രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് എടുത്തിയാട് അല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിന്ന് വേഗം ആരെങ്കിലും വിളിച്ചു വരുത്തും. അതിന് രക്ഷിക്കാൻ കഴിവുള്ള ഫയർഫോഴ്സുകാരോ അല്ലാന്നുണ്ടെങ്കിൽ ധൈര്യമുള്ളവരോ കിണറ്റിൽ ഇറങ്ങാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ഗോവണിയോ കയറോ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് നമ്മൾ ആൾക്കാർ അതിന് പറ്റിയ സേവ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടാകും. അവരെ വേഗം അവിടത്തേക്ക് എത്തിച്ച് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കും. പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് രക്ഷിക്കാൻ കഴിവുണ്ട്. ആ ദൈവം എങ്ങനെയാണ് ഇവർ രക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദൈവം രക്ഷിക്കാൻ കഴിവുള്ള ചില ആൾക്കാരെ, നിയോഗമുള്ള ചില ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 9 and 10. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഇത് ആരോട് പറഞ്ഞ സെന്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ദൈവം മോശയോട് പറയുന്ന ഒരു സെന്റൻസ് ആണത്. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തി. അതുകൊണ്ട് ആകയാൽ സോ ദാറ്റ്. അപ്പൊ എന്താ മോശയെ വിളിക്കാനുള്ള കാരണം?
മോശയെ വിളിക്കാനുള്ള കാരണം ഇസ്രായേൽ മക്കളുടെ 10,000 നിലവിളി ദൈവ സന്നിധിയിൽ എത്തിയപ്പോഴാണ് മോശയെ കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ ദൈവം വിളിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണം, ഇഷ്ടപ്പെട്ടൊന്ന് ശരി തന്നെ, തന്നോട് ആയിരിക്കാൻ ശരി തന്നെ, പ്രസംഗിക്കാൻ അയക്കാൻ പിശാചുകളെ ബഹിഷ്കരിക്കാൻ രോഗങ്ങൾ, ഇതെല്ലാം ശരി തന്നെ. എന്നാൽ അതിൻ്റെ കൂടെ അടിസ്ഥാനപര കാരണമുണ്ട്. 10,000 ആൾക്കാരുടെ നിലവിളി ദൈവസന്നിധിക്ക് ഉയരുമ്പോഴാണ് ദൈവം ഒരാളെ ദൈവവിളിക്ക് വേണ്ടി ഉയർത്തുന്നത്. ബൈബിൾ ആരെയെങ്കിലുമൊക്കെ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിൽ ആരുടെയെങ്കിലും ഒരു കണ്ണുനീര് കിടക്കുന്നുണ്ട്, ആരുടെയൊക്കെ നിലവിളി കിടക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത 10,000 കണ്ണുനീരിന് ഉത്തരമാണ് ഒരു പൗരോഹിത്യം, ഒരു സന്യാസം, ഒരു സുവിശേഷ വേലക്കാരൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 6-7 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 6 and 7. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോ സെക്ഷനിൽ നിന്ന് ബൈബിൾ ടൈപ്പ് സ്റ്റഡി എന്ന് പറയും. ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ ഉദാഹരണം എടുത്ത് പഠിക്കുകയാണ്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി മുതൽ പഞ്ചഗ്രന്ഥി, അതിനകത്തുനിന്ന് ടൈപ്പ് സ്റ്റഡി മോശ പുറപ്പാട് പുസ്തകം ഉദാഹരണമായിട്ട് എടുത്തു. അടുത്ത വേറൊരു ഗ്രന്ഥമാണ്, വേറൊരു സെക്ഷനാണ് ന്യായാധിപനും, അങ്ങനെ സെക്ഷൻ. ആ സെക്ഷൻ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ്. അവിടെയാണ് ഗിദെയോൻ. എന്താ സംഭവിച്ചത്? മിദിയാൻകാരുടെ അടിമത്തത്തെ കിടന്ന് ഇസ്രായേൽ ജനം തകർന്ന് ചങ്കുപൊട്ടി നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ ഗിദെയോൻ എന്ന് പറയുന്ന ഒരാളെ ദൈവജനത്തിന്റെ നിലവിളിക്കുള്ള മറുപടിയായിട്ട് ദൈവം ഉയർത്തുകയാണ്. അതുകൊണ്ട് ഒരു ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജനത്തിന്റെ നിലവിളിക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ് ദൈവവിളി. ദൈവത്തിന്റെ മറുപടിയാണ് പൗരോഹിത്യം, ദൈവത്തിന്റെ മറുപടിയാണ് സന്യാസം. ഇത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. It is a response of God. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത സെക്ഷൻ ഉദാഹരണം എടുക്കാം. അത് പ്രവാചകന്മാരുടെ ഗ്രന്ഥമാണ്. പ്രവാചക പുസ്തകം ഉദാഹരണം എടുക്കാൻ ഒരു ടൈപ്പ് സ്റ്റഡി. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 35-ാം തിരുവചനം, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13 വേഴ്സ് 35. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. നിങ്ങൾക്കറിയാം, സോസന്യാണ് കഥാപാത്രം. 2 ന്യായാധിപന്മാരുടെ ഇടയിൽ കടന്ന് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇനി തീർന്നു. അവിടെ കടന്നുകൊണ്ട് അവളെ ചങ്ക് പൊട്ടി ദൃഷ്ടികൾ ഉയർത്തി കർത്താവിനെ നിലവിളിക്കുകയാണ്, ആശ്രയം അർപ്പിക്കുകയാണ്. എന്നാ സംഭവിച്ചത്? അടുത്ത വാക്യം, ദാനിയേൽ 13:44-45. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ ആത്മാവിന് എപ്പോഴാ ദൈവവിളി കിട്ടിയത്? അവന്റെ ആത്മാവ് എപ്പോഴാ ഉണർന്നത്? സൂസന്നയുടെ നിലവിളി, സൂസന്നയുടെ കണ്ണുനീര്, അവരുടെ ജീവന് വേണ്ട നിലവിളി ദൈവ സന്നിധിക്ക് ഉയർന്നപ്പോഴാണ് ദാനിയേലിന് ദൈവവിളി കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വൈദികന സിസ്റ്റർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും കേൾക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു വൈദികന സിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 10,000 കണ്ണുനീരിനുള്ള, 10,000 നിലവിളിക്കുള്ള, 10,000 അവരുടെ ആ ഒരു ചങ്ക് പറഞ്ഞുള്ള വേദനയ്ക്കുള്ള മറുപടിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാം. ഒരു പക്ഷേ ഒരു വൈദികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചിനെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരുടെ കണ്ണുനീര് കണ്ടിട്ടായിരിക്കും അവരെ വിളിച്ചിട്ടുണ്ടാകാം? ഇതിപ്പോൾ വളരെ ലോജിക്കലായിട്ട് ഇന്നവരുടെ കണ്ണുനീരാന്ന് വ്യക്തമാണ്. ആരുടെ കണ്ണുനീര് കണ്ടിട്ടായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു രാജ്യത്ത് പട്ടാളത്തെ എടുക്കുന്നത് യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ടല്ല, ആണോ? യുദ്ധം പുറപ്പെട്ടിട്ടോ ഉടനെ പട്ടാളത്തിൽ ചേരാൻ ആൾ വരുന്ന വിളിച്ചു കൂട്ടുകയല്ല. വളരെ നേരത്തെ തന്നെ പട്ടാളക്കാർ എടുത്ത് ട്രെയിനിങ് കൊടുത്ത് നിർത്തും. എന്നിട്ട് യുദ്ധം തുടങ്ങുമ്പോൾ വിന്യസിപ്പിക്കും എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, 20 വർഷങ്ങൾക്ക് ശേഷം ശുശ്രൂഷ ആവശ്യമുള്ള ദൈവജനത്തിൻ്റെ കണ്ണുനീര് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇന്ന് 12ാം ക്ലാസ് പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കർത്താവ് ദൈവവിളി കൊടുക്കുന്നത്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അപ്പൊ ഇന്ന് ദൈവവിളി സ്വീകരിച്ച ഞാന് അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും അവർ ഓർക്കണം, അനേക വർഷം ഇന്ന് ഞങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ശുശ്രൂഷ സ്വീകരിക്കുന്ന ജനത്തിന്റെ കണ്ണുനീര് ദൈവം മുൻകൂട്ടി കണ്ടിട്ടാണ് ദൈവവിളി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ തടയാൻ നോക്കിയാൽ എന്താ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എഫേസ്യ ലേഖനത്തിൽ 1:11 വചനം വെളിപ്പെടുത്തുകയാണ്, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുകയാണ്. ഇത് ഓൾറെഡി പ്ലാൻ ബൈ ഗോഡ്. ഇത് എന്നാ നിയോഗിച്ചത്? അതാ കൊച്ചിന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു തോന്നലുണ്ടായപ്പോൾ എടുത്തിയാടി പോയപ്പോഴല്ല, അതിന് +2 കഴിഞ്ഞപ്പോൾ ഒരു തോന്നലല്ല. ജെറമ്യാ പറഞ്ഞ 1:5 പഠിക്ക്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ഒരു 25ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഈ കുഞ്ഞ് മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോഴേ ദൈവം മുൻകൂട്ടി കണ്ടിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ സഹോദരൻ എഫേസ്യ 2:10 രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് എത്രയോ പണ്ടേ തീരുമാനിച്ചത്. അപ്പോൾ ചിലപ്പോൾ ചില കുടുംബം പറഞ്ഞിട്ടുണ്ട്, നിനക്കത് പോകണം, നേരത്തെ പോകാമല്ല, ഞാൻ ഇത്തരം പഠിച്ച് വലുതാക്കിയിട്ട് പോകണമെന്നുണ്ടായിരുന്നോ? ഇതൊക്കെ ദൈവം നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയരുത്. ദൈവത്തിന്റെ ഇടപെടൽ ഏത് സമയത്താ? പൗലോസിന് ഞാൻ കുതിരപ്പുറത്ത് പോയിക്കൊണ്ട സമയത്തില്ല ദൈവത്തിന്റെ ഇടപെടൽ വന്നത്. ഈ അപ്പസ്തോലന്മാരെല്ലാവരും കൂടെ ചെറുപ്പം മുതൽ അച്ഛനാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ലല്ലോ. അവര് മീൻ പിടുത്താൻ പല പറയാണ്. ചിലപ്പോൾ ചില ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വിളിക്കും, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വിളിക്കും. അത് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? റോമാ 8:30 താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് അവസാനത്തെ 2 കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ. 1 മത്തായി 9:38 അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവവിളിക്കൊണ്ട് അതുപോലെ പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവവിളികൾ ഉണ്ടെങ്കിൽ അതിന് പുറകിൽ 10,000ങ്ങളുടെ കണ്ണുനീര് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിളഭൂമിയിലേക്ക് എൻ്റെ കർത്താവേ വേലക്കാരയക്കണമെന്ന് പറഞ്ഞ് ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാ കുടുംബത്തിലും കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. എന്തെങ്കിലും പറഞ്ഞ് കർത്താവേ ആത്മാക്കളെ വിളിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതിനെ ഈ വചനം കേൾക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. 2 പത്രോസ് 1:10 നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ ഉത്സാഹം വേണം. അതിന് വേണ്ടിയിട്ടാണ് ദൈവവിളി ധ്യാനങ്ങൾ ചെയ്യുന്നത്, ജീവദാന വിവേചന ധ്യാനങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് മേഖല സഭ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, 1 ദൈവവിളി നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൃപയിൽ അതിനെ സന്തോഷത്തോടെ യാത്രയാക്കണം. 3 അങ്ങനത്തെ കുട്ടികളെ വിവേചിക്കാനുള്ളൊരു പരിശ്രമം കൂടി എടുക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സുഭാഷിത പുസ്തകം 16 വചനം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പലതും ഞങ്ങളെ നാശത്തിലേക്കായിരിക്കും എത്തിക്കുന്നത്. കർത്താവേ, ഇതുവരെയുള്ള ജീവിതത്തിൽ വചനം അറിയാത്തത് മൂലം എത്രയോ കാര്യങ്ങൾ തെറ്റുപറ്റി. ദൈവമേ, എൻ്റെ തന്നെ കഴിവിൽ ആശ്രയിച്ച് എത്രയോ തവണ ഞങ്ങൾ ജീവിച്ച് കർത്താവേ, അവിടുന്ന് സോളമന് കൊടുത്തതുപോലെ അളവറ്റ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. വചനത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ദൈവമേ, തിരുസഭ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അറിവ് ഞങ്ങൾക്ക് നൽകണേ കർത്താവേ. യേശുവും സഭയും 2 അല്ല 1 ആണെന്നുള്ള ജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു കൃപയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് തരണം. ഉന്നതത്തിൽ നിന്ന് വരം നൽകിയാൽ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പസ്തോലന്മാരെ കർത്താവ് പറഞ്ഞു,
ഇതെല്ലാം അറിയാനുള്ള വരം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. കർത്താവെ, പിതാവെന്ന് വരം ലഭിക്കാതെ സാധിക്കുകയല്ല. ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഒരുമിച്ച് ഞങ്ങൾ അങ്ങേ വിളിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾക്കൊരു വരം തരണമേ, സ്വർഗത്തെ മനസ്സിലാക്കാൻ, കർത്താവെ വചനം മനസ്സിലാക്കാൻ, തിരുസഭയെ മനസ്സിലാക്കാൻ, ദൈവത്തെ ആശ്രയിക്കാൻ ഒരു കൃപ നൽകണമേ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്ന ജ്ഞാനം പകരണമേ, എല്ലാം മനസ്സിലാക്കാൻ വചനത്തിന്റെ കൃപ പകരണമേ. നീറച്ചിടണേ